ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രൂഡ് ഓയിൽ സമീപകാലത്ത് വലിയ ഇടിവാണ് കണ്ടത്. ക്രൂഡ് ഓയിൽ 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ക്രൂഡ് ഓയിലിൽ ഉണ്ടായ വലിയ ഇടിവിന്റെ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നില്ല. പകരം ഈ വലിയ ഇടിവ് ഇന്ത്യയിലെ ഏതൊക്കെ സെക്ടറുകൾക്കും കമ്പനികൾക്കുമാണ് ഫേവറബിൾ ആയിട്ട് വരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെട്രോളിയം സെക്രട്ടറി പങ്കജ് ജെയിൻ പറയുകയുണ്ടായിരുന്നു, ഫ്യൂവൽ പ്രൈസുകൾ കുറയുന്നത് കാരണം പെട്രോൾ ഡീസൽ വിലയിൽ ഒരു കുറവുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന്. അപ്പോൾ ഓയിലിലുണ്ടായ ഈ വലിയ ഇടിവ് കാരണം ധാരാളം സെക്ടറുകളാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. ഏതൊക്കെയാണ് ആ സെക്ടറുകൾ എന്ന് നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റോക്കുകളെ പ്രത്യേകം പറയുന്നുമുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്രൂഡ് ഓയിലുണ്ടായ വലിയ ഇടിവിന് കാരണമായത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒപെക് ഡിമാൻഡ് ഔട്ട്ലുക്ക് കട്ട് ചെയ്തത് ആദ്യത്തെ ഒരു പ്രശ്നമായിരുന്നു. മാത്രമല്ല ചൈനീസ് എക്കോണമിയിലെ മാന്ദ്യം, US പ്രൊഡക്ഷൻ ഉയർന്നതായിരുന്നു, അതൊരു കാരണമാണ്. കൂടാതെ മറ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും ഇവിടെ നിലനിന്നിരുന്നു. ഇതൊക്കെയാണ് ക്രൂഡ് ഓയിൽ ഇടിയാനുള്ള കാരണങ്ങളായത്. ആദ്യം തന്നെ ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കാം. ഏവിയേഷൻ, പെയിന്റ്, ടയർ, ലൂബ്രിക്കൻ, ടെക്സ്റ്റൈൽസ്, പെട്രോ കെമിക്കൽ, റിഫൈനറീസ് തുടങ്ങിയ സെക്ടറുകൾക്ക് ക്രൂഡ് ഓയിലുണ്ടായ ഇടിവ് കാരണം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ക്രൂഡ് ഓയിൽ വില ഇടിയുന്നത് കൊണ്ട് ഏറ്റവും നേരിട്ടുള്ള ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ മേഖല വ്യോമയാന മേഖലയാണ്, അഥവാ ഏവിയേഷൻ മേഖല. ഏവിയേഷൻ മേഖലയ്ക്ക് ഈ ഇടിവ് എത്തരത്തിലാണ് ഗുണം ചെയ്യുക എന്നത് ആദ്യം നോക്കാം. എയർലൈൻസിൽ ഉപയോഗിക്കുന്ന ഇന്ധനമായ ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വിലയും ഈ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതിനാൽ കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നേരിട്ട് എയർലൈൻസിന് ഇതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇത് ഡയറക്റ്റായിട്ട് ഏവിയേഷൻ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഗോ എയർ, എയർ ഇന്ത്യ തുടങ്ങിയ കമ്പനികൾക്ക് വളരെയേറെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. നമ്മളിവിടെ ധാരാളം സെക്ടറുകളുടെയും കമ്പനികളുടെയും പേര് ഇപ്പോഴും ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷം മാത്രം ആ സെക്ടറുകളിലോ ആ സ്റ്റോക്കുകളിലോ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടറാണ് പെയിന്റ് കമ്പനികൾ. പെയിന്റ് കമ്പനികൾ അവരുടെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സോൾവൻസ്, റിസൈൻസ്, മറ്റ് പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റുകൾ എന്നിവ ക്രൂഡ് ഓയിലിൻ്റെ ഡെറിവേറ്റീവുകളാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, കാൻസായ്, നെറോലാക് തുടങ്ങിയ പ്രമുഖ കമ്പനികൾക്ക് അത് പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, എല്ലാ ദിവസവും രാവിലെ 7:30 നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടാവും. അതിനുശേഷം രാവിലെ 11:30 മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പഠിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ലൈവ് സെഷൻ കാണാൻ കഴിയാത്ത സ്റ്റുഡൻസിന് നമ്മളിവിടെ മുകളിൽ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് ടയർ കമ്പനികൾ. സിന്തറ്റിക് റബ്ബർ, കാർബൺ ബ്ലോക്ക്, വിവിധ രാസവസ്തുക്കൾ തുടങ്ങിയ ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവുകൾ ടയർ ഉൽപ്പാദനത്തിന്റെ അവശ്യ അസംസ്കൃത വസ്തുക്കളാണ്. ടയർ നിർമ്മാതാക്കളുടെ മൊത്തം ഇൻപുട്ട് ചെലവിന്റെ ഏകദേശം 40 മുതൽ 60% ഈ മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഈ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെയും ചെലവ് കുറയും. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്കും വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത. അത്തരത്തിൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് പ്രമുഖ ടയർ കമ്പനികളായ MRF, അപ്പോളോ ടയേഴ്സ്, സിയറ്റ്, JK ടയർ തുടങ്ങിയ കമ്പനികൾക്കാണ്. അടുത്തതായി ലൂബ്രിക്കൻ കമ്പനികളാണ്. ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവുകൾ പ്രധാന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിലയിടിവ് ലൂബ്രിക്കൻ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ലൂബ്രിക്കന്റുകളുടെ പ്രധാന അസംസ്കൃത വസ്തുവായ അടിസ്ഥാന എണ്ണകൾ ക്രൂഡ് ഓയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കുറഞ്ഞ ക്രൂഡ് വില അടിസ്ഥാന എണ്ണകളുടെ വില നേരിട്ട് തന്നെ കുറയ്ക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കാസ്ട്രോൾ ഇന്ത്യ, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അടുത്തതായി ടെക്സ്റ്റൈൽ മേഖലയാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ, നൈലോൺ എന്നിവയുൾപ്പെടെയുള്ള സിന്തറ്റിക് നൂലുകൾ അസംസ്കൃത എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന PTA, MEG, പെട്രോ കെമിക്കലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. കുറഞ്ഞ ക്രൂഡ് വില ഈ പെട്രോ കെമിക്കലിന്റെയും വില കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രം പറയാം. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ധാരാളം സ്റ്റോക്കുകൾ, ഇതിലും കൂടുതൽ സ്റ്റോക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ ഉണ്ടായിരിക്കും. അത് കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ മേഖലയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഡോരാമ സിന്തറ്റിക്സ്, അലോക് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾക്ക് ഇത് ഗുണകരമാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി പെട്രോ കെമിക്കൽ കമ്പനികളാണ്. നാഫ്ത, എത്തലിൻ, പ്രോപ്പിലിൻ, അസംസ്കൃത എണ്ണയിൽ നിന്നുള്ള മറ്റ് ഫീഡ് സ്റ്റോക്ക് എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്നു.
ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നത് പെട്രോ കെമിക്കൽ സെക്ടറിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവായി വരാൻ സാധ്യതയുള്ളതാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഏതൊക്കെ കമ്പനികൾക്കാണ്, ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞത് കാരണം ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒത്തിരിയേറെ സെക്ടറുകളും കമ്പനികളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഒരുപാട് കൂടുതൽ സെക്ടറുകൾക്ക് ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഇടിവ് കാരണം ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിഫൈനറി കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ വരുന്ന മറ്റ് സെക്ടറുകളെ കുറിച്ചെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.